ഹലോ ഫ്രണ്ട്സ്, മിനൂസ് വേൾഡ് ഇൻ കേരള എന്നുള്ള എൻ്റെ ചാനൽ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിന്നുക്കുട്ടി, അവളൊരു ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അവളെയും കൊണ്ടുള്ള ഞങ്ങളുടെ ഒരു ജേണി, അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. 2000 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 1998 കല്യാണം കഴിഞ്ഞത്. അവളുണ്ടായത് 2000 ഏപ്രിലാണ്. അതെ, 2000 ഏപ്രിൽ മാസം 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് മകം നാളിൽ ത്രിസന്ധ്യ സമയത്ത് വെള്ളിയാഴ്ചയാണ് അവൾ ജനിച്ചത്. അന്ന് അവൾ ജനിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ ഒക്കെ ഉള്ള കുറേ ആൾക്കാരൊക്കെ, അപ്പുറത്തും റൂമിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. കാരണം അവളൊരു പ്രത്യേക ജനനമാണ്, എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസം, നല്ല സമയം, നല്ല എല്ലാം നാളൊക്കെ നല്ലത്. അപ്പം നമുക്കും ഒരു സന്തോഷം തോന്നി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവൾ ജനിച്ചതിൽ. അങ്ങനെ അവൾ ജനിച്ചു. പിന്നെ അവളെയും കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അവളുടെ കവന്ന് വീഴുന്നതും ഒക്കെ നോർമൽ രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെ രാത്രിയിൽ ഉറക്കക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കക്കുറവുള്ളപ്പോൾ എല്ലാവരും പറഞ്ഞു, പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പറയും ത്രിസന്ധ്യ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങൾ പകലുറങ്ങത്തില്ല, അവർ രാത്രിയിലും ഉറക്കക്കുറവാണ്, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് രാത്രി ജനിച്ച കുഞ്ഞുങ്ങളാകുമ്പം പകലുറങ്ങും, അങ്ങനെയൊക്കെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ, വലിയ അമ്മൂമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് വളർന്നു വരുമ്പോൾ ഇതൊക്കെ മാറുമല്ലോ, അങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരുന്നു. ഉറക്കത്തിനൊക്കെ എപ്പോഴും ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വയറിനാണെങ്കിലും അവർക്ക് മിക്കവാറും ഗ്യാസിൻ്റെ പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പൊട്ടിക്കുഞ്ഞായിരുന്നപ്പോൾ മുതലേ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നിർബന്ധ ബുദ്ധികളും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയും ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അപ്പം നമ്മൾ ആ വാശിയായിരിക്കും അവൾക്കും ഉള്ളത് എന്നൊക്കെ വിചാരിച്ചോളൂ. പിന്നെ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയും കൈകാലൊക്കെ ഇട്ട് അടിച്ച് ഭയങ്കര കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്ന പോലെയുള്ള എല്ലാ ആക്ഷൻസും അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ ഞാൻ പിന്നെ പൊതുവെ ഒത്തിരി സംസാരിക്കുന്ന ഒരു രീതിക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി അവളോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്ന് കുറേ അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും പറയും, സംസാരിക്കുമ്പോഴത്തേക്ക് അവളുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വരും. അപ്പം എല്ലാവരും പറയുമോ സംസാരിക്കാനുള്ള എന്തോ കാണിക്കുന്നതാണ് എന്നൊക്കെ പ്രായമുള്ളവരൊക്കെ പറയുമായിരുന്നു. ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. കാരണം എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞാൻ 10 മാസമൊക്കെ ആയപ്പോൾ സംസാരിച്ച് തുടങ്ങിയെന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയും. ഞാൻ നേരത്തെ സംസാരിക്കുമായിരുന്നു, എല്ലാവരോടും സംസാരിക്കുന്ന ഞാനായിരുന്നു എൻ്റെ വീട്ടിലെ എന്നൊക്കെ പറഞ്ഞ് അമ്മയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവൾക്കും ആ ഒരു രീതി ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കമന്ന് വീണു, പതുക്കെ പിടിച്ച് ഇരുന്നു. ബോളൊക്കെ കൊടുക്കാമെങ്കിൽ ബോൾ കൊണ്ടൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു, ഉറക്കത്തിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്തു അവള്. അപ്പൊ 9-ാം മാസത്തിൽ അവള് സംസാരിക്കാൻ തുടങ്ങി. അതെ, 9-ാം മാസത്തിൽ അവള് വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് എൻ്റെ ഹസ്ബൻഡ് അവളുടെ 9-ാം മാസത്തില് അവളെ ഷിപ്പിൽ പോയി. പുള്ളി അവൾക്ക് 9 മാസം ആയപ്പം പുള്ളിയുടെ കോൺട്രാക്റ്റിന്റെ സമയമായപ്പം പുള്ളി പോയി. ആ പോകുന്ന ദിവസം ഇവളെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഇവള് പൂവൊക്കെ കാണിച്ചുകൊണ്ട് അച്ഛാ പൂവ് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പുള്ളി വർത്താനം പറയുന്ന കേട്ടിട്ട് പോയതാണ്. പിന്നെ ഒരു വയസ്സ് അത്രയൊക്കെ ഏകദേശമൊക്കെ ആയി, 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. നന്നായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അച്ഛന് അവളെ കൊണ്ട് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ബേക്കറിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ബേക്കറിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ അവളിങ്ങനെ പിടിച്ച് നിൽക്കും. അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സ്മാർട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. അപ്പം അവിടെ ബേക്കറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാപ്പം എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കും. അതൊക്കെ അങ്ങനെയൊക്കെ
പിന്നെ പശുവിനെ കാണുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉമ്മാമ്മ എന്ന് പറയും. അപ്പം പിന്നെ അപ്പൂപ്പ ഉമ്മാമ്മ ഇങ്ങനെയൊക്കെ പറയും. എന്നെ കണ്ടില്ലെങ്കിൽ അമ്മേ അമ്മേ അമ്മേന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു 1.5 വയസ്സൊക്കെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മുതൽ പതുക്കെ അങ്ങ് വർത്താനം ഒക്കെ അങ്ങ് നിന്ന പോലെ തോന്നി. അപ്പോൾ എന്നെ കണ്ടാൽ വിളിക്കത്തില്ല അമ്മയെന്ന്, പിന്നെ എന്നെ കണ്ടില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തോട്ട് ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കത്തില്ല. നമ്മൾ മുളേന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ അവൾ ഒന്നുകിൽ മുകളിലോട്ട് നോക്കും അല്ലെങ്കിൽ താഴോട്ട് നോക്കും. കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ വിളിക്കുമ്പോൾ അവൾ കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. അവള് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലായി. അപ്പൊ അടുത്ത ഇതിൽ കോൺട്രാക്ട് കഴിഞ്ഞ് 6 മാസത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് വരുമ്പോൾ അവള് ഹസ്ബൻഡ് അടുക്കൽ പോവില്ല, അച്ഛൻ്റെ അടുക്കൽ പോകത്തില്ല. ഭയങ്കര കരച്ചിലും അകപ്പാട് ബഹളവും. അപ്പോഴൊക്കെ പുള്ളി പറയും എപ്പോഴും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്റെ ഫോട്ടോസൊക്കെ കാണിക്കണ്ടായിരുന്നോ? അന്നിങ്ങനെ മൊബൈൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ എന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നോ? അവർക്ക് പരിചയമില്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ എന്നൊക്കെ എന്റെ ഹസ്ബൻഡ് കംപ്ലൈന്റ് ഒക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്കും അങ്ങനെ ഒരു ഇത് തോന്നുന്നു. കാരണം ഇങ്ങനെ പ്രശ്നം നമുക്ക് തോന്നില്ല, അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ആ നിർബന്ധ ബുദ്ധികളൊക്കെ ഒത്തിരി അങ്ങ് കൂടി. രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ലാതെ നമ്മള് രാത്രിയിലും ഉറങ്ങാൻ പറ്റുന്നില്ല, പകലും ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾ രാത്രിയിലും പകലും ഒന്നും ഉറങ്ങത്തില്ല. ആകെ പകല് ഒരു 3/4 മണിക്കൂറാണ് അവൾ ഉറങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ചിലപ്പം മറ്റെന്തെങ്കിലും പണിയാണ്, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ രാത്രിയിലൊക്കെ ഫുൾ ടൈം ഇങ്ങനെ ഉറങ്ങാതെ എന്താണ് ഇതിന്റെ നിർബന്ധം നമുക്ക് മനസ്സിലാവാതെ നമുക്കിതിനെപ്പറ്റിയൊന്നും ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ വയസ്സും വളരെ കൊച്ചു പ്രായമല്ലേ. അപ്പൊ എനിക്ക് ആകപ്പാടെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പം എന്റെ വീട്ടിലുള്ള വലിയ അമ്മമ്മമാരൊക്കെ പറഞ്ഞു, പിന്നെ എന്താ നീ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം, കുഞ്ഞ് പേടിച്ചിട്ടുണ്ട്, പേടിച്ച കാരണം നാക്ക് താന്നു പോയതാ, അങ്ങനെ എന്തൊക്കെയാണ്, അത് സാരമില്ല, അത് മാറിക്കൊള്ളു, ഡോക്ടറെയൊക്കെ കാണിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചു കാണുമായിരിക്കും, എന്തോ നമുക്കറിയത്തില്ലല്ലോ, ഉറക്കത്തിൽ കിടന്ന് പേടിച്ചു കാണുമായിരിക്കും, ഇങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മൾ പിന്നെ എന്തോ ആ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരു കേൾക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കേൾവിക്ക് പ്രശ്നമുണ്ടോ, ചിലർ പറയും നാക്കില് കെട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ പല പല അഭിപ്രായം ഓരോരുത്തർ പറയുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു 1-2 വയസ്സൊക്കെ ആയപ്പോ ഞങ്ങള് ഇവിടെ പിന്നെ കോട്ടയത്തുള്ള ഒരു മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള ഒരു ബിഹേവിയർ ഒരു സെക്ഷനുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു. കുഞ്ഞിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവളുടെ ഒരു രീതികളും ഒക്കെ കണ്ടപ്പോൾ അവിടുന്ന് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓട്ടിസം എന്നൊരു അവസ്ഥയാണിത്. പിന്നെ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു വാക്ക് തന്നെ കേൾക്കുന്നത്, ഓട്ടിസം എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കുന്നില്ലല്ലോ, ഇതുവരെ നമുക്ക് അറിയത്തുമില്ല. അപ്പം നമ്മള് ആദ്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും എനിക്ക് സീരിയസ് ആയിട്ടേ തോന്നിയില്ല. കാരണം അങ്ങനെയൊന്നും വരികയല്ല. കാരണം 9 മാസത്തിൽ അവള് വർത്താനം പറഞ്ഞല്ലേ, ആ പറഞ്ഞ കുഞ്ഞ് അങ്ങ് തിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞോളൂ. അപ്പൊ അവര് പറഞ്ഞെങ്കിലും എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. ഹസ്ബൻഡ് പിന്നെയും ഒരു ഷോക്കിംഗ് പോലെയായി. എനിക്ക് പക്ഷെ അപ്പോഴും ഒന്നും തോന്നിയിട്ടില്ല. കാരണം അങ്ങനൊന്നും വരത്തില്ല, ഓട്ടിസം അതെന്താണ് ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങ് എന്തോ അസുഖം നമ്മളൊന്നും കേട്ടിട്ടൊന്നുമില്ലല്ലോ, അങ്ങനൊന്നും വരുത്തുമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നേ. അപ്പം പിന്നീട് നമ്മൾ മുന്നോട്ട് പല പല രീതികളും അവളുടെ കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മൾ ഒരു ഡോക്ടറെ വീണ്ടും നമ്മൾ പോയി കണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ഇത് ഒരു നടക്കെ പോകുന്ന പരിപാടിയല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഡോക്ടറെ പോയി കണ്ടു. നമ്മൾ അവിടുന്ന് ഒരു ഡോക്ടർ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾ തെറാപ്പികൾ ചെയ്യണം, പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ കോട്ടയത്തുണ്ട്, ഷൊർണൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. നിങ്ങൾക്ക് എവിടെയാ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോകണം. പിന്നെ മോൾക്ക് അന്നേരം ഒരു 3 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പം അതിനുള്ള പ്രായം അവൾക്ക് ആയിട്ടില്ല. ഒരു 3 വയസ്സൊക്കെ, ഒരു 3-3.5 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള തെറാപ്പികൾക്കൊക്കെ പതുക്കെ കൊണ്ടുപോയി തുടങ്ങിയാൽ മതി. ഇപ്പൊ കുഞ്ഞിനധികം അത്രയും പ്രായമായില്ല, അന്ന് 2.5 വയസ്സൊക്കെ ഉള്ളൂ അവർക്ക്. അന്നേരം പിന്നീട് ഞങ്ങള് ഇവരൊരു അത്രയും പ്രായമാകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. അതിന് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു.
കുറെ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഒരു കോട്ടയത്തേക്ക് ഞങ്ങൾ മാറി. അപ്പോൾ ഒരു 3.25 വയസ്സായി അവൾക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കോട്ടയത്തേക്ക് മാറി. കോട്ടയത്ത് നിന്നുള്ള ഞങ്ങളുടെ ഇവളെയും കൊണ്ടുള്ള യാത്രകൾ പതുക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. തെറാപ്പികൾ ഉണ്ട്. അവിടെ സ്പീച്ച് തെറാപ്പി കൊടുത്തു. പിന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആ സ്കൂളിൽ ചെയ്യാൻ പറ്റിയോ അതൊക്കെ നമ്മൾ ചെയ്യാനാണ് നമ്മൾ തുടങ്ങി. അപ്പൊ ഇതാണ് മിനുവിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇനി നമുക്ക് പതുക്കെ അവളെയും കൊണ്ടുള്ള അടുത്ത ഒരു യാത്ര, തെറാപ്പികളും കൊണ്ടുള്ളതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതിനെ പറ്റിയൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങളെല്ലാവരും ഇത് എല്ലാം കേൾക്കണം. എല്ലാവർക്കും ഒരു അവയർനെസ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ഉണ്ടാകണം എന്ന് വിചാരിച്ചാണ് ഞാൻ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് അമ്മമാര് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ പറയുന്നുണ്ട്. ഈ ചാനൽ വഴിയും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു സമൂഹത്തിൽ അവരെ കാണുമ്പോൾ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാകണം എന്ന് എന്നെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള പേരൻസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞങ്ങളത് വിനിയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ തുടർന്നുള്ള മിന്നുവിനെ കൊണ്ടുള്ള ഞങ്ങളുടെ യാത്രകളുടെ എല്ലാ വീഡിയോസും നിങ്ങളെല്ലാവരും കാണണം. ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അവളെയും കൊണ്ട് കോട്ടയത്തുള്ള ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് വിശദമായിട്ട് പറയാം. താങ്ക് യു.